ഓക്കെ, 13ാമത്തെ പേജില് 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ നോക്കുവാനായിട്ട് പോകുന്നത്. വാട്ട് എലമെന്റ് ഓഫ് ദ സ്റ്റോറി ഡു യു കൺസിഡർ മാജിക്കൽ? വൈ? ഈ കഥയിലെ ഏത് ഘടകത്തെയാണ് മാജിക്കായിട്ട് നിങ്ങൾ കണക്കാക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ കണക്കാക്കുന്നത്? വൺ മാജിക്കൽ എലമെന്റ് ഇൻ ദ സ്റ്റോറി ഈസ് ദ അപ്പിയറൻസ് ഓഫ് ദ ഓൾഡ് മാൻ. അതായത് ഒരു മാജിക്കൽ എലമെന്റ് അല്ലെങ്കിൽ ഒരു മാജിക്കൽ ഘടകം അല്ലെങ്കിൽ മാന്ത്രികമായിട്ടുള്ള ഒരു മാന്ത്രികതയുടെ ഒരു ഭാഗം. മാജിക്കൽ എന്ന് വെച്ചാൽ മാന്ത്രികം എന്നാണല്ലോ പറയുന്നത്. അപ്പൊ മാന്ത്രികമായിട്ടുള്ള ഘടകം ഇൻ ദ സ്റ്റോറി ഈസ്, ഈ കഥയിലുള്ളത് ഏതാണ്? ദ അപ്പിയറൻസ് ഓഫ് ദ ഓൾഡ് മാൻ. ആ വാർദ്ധക്യത്തിലെത്തിയ വൃദ്ധന്റെ അപ്പിയറൻസ്, അതായത് അവന്റെ രൂപമാണ്. വിത്ത് എനോർമസ് വിങ്സ്, അതായത് അവന് വളരെ ഭാരം കൂടിയ വളരെ വലിയ വിങ്സ് അല്ലെങ്കിൽ ചിറകുകളുണ്ട്. ബ്ലെൻഡിങ് ഹ്യൂമൻ ട്രേഡ്സ് വിത്ത് സംതിങ് ആഞ്ചലിക്. ഈ ചിറക് കൊണ്ട് എന്ത് പറ്റി? ബ്ലെൻഡിങ്, ഇഴുകി ചേർക്കുന്നു. എന്താണ് സംതിങ് വിത്ത്, എന്താണ് ഹ്യൂമൻ ട്രേഡ്സ്, മനുഷ്യ സ്വഭാവം വിത്ത് സംതിങ് ആഞ്ചലിക്, അതായത് ഒരു ദൈവദൂതന്റെ സ്വഭാവവും മനുഷ്യന്റെ സ്വഭാവവും കൂടി ഇഴുകി ചേർക്കുന്നതായിട്ട് വരുന്നു. പ്രത്യേകിച്ചും അവന്റെ ആ വലിയ ചിറകുള്ളത് കൊണ്ട്. ഓർ സൂപ്പർ നാച്ചുറൽ, അതായത് മനുഷ്യ ശക്തിക്ക് അപ്പുറത്ത് അതീതമായിട്ടുള്ള ഒരു ശക്തിയായിട്ട് അവൻ മാറുന്നു. ഡിസ്പൈറ്റ് ഹിസ് സ്ട്രേഞ്ച് കണ്ടീഷൻ, ഇത്തരത്തിലുള്ള ആ സ്ട്രേഞ്ച്, വളരെ അപൂർവമായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള കണ്ടീഷൻ. ദ വില്ലേജേഴ്സ് ട്രീറ്റ് ഹിം ആസ് ബോത്ത് മിറാക്കുലസ് ആൻഡ് ഓർഡിനറി. ഇങ്ങനെ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ സാധാരണ കാണപ്പെടാത്ത രീതിയിലുള്ള ഒരു കണ്ടീഷനാണ് അവൻ ഉണ്ടായിരുന്നിട്ടും ആ വില്ലേജിലുള്ളവർ അവനെ എന്ത് ചെയ്യുന്നു? ബോത്ത്, ഒന്ന് മിറക്കുലസ് ആയിട്ട്, ഒരു അത്ഭുതമായിട്ട് അവനെ കാണുകയാണ്. അതുകൊണ്ടാണ് ആ സ്ത്രീ പറയുന്നത് ഇതൊരു ഏഞ്ചൽ ആണെന്ന്. ആളുകൾ ചെന്നേച്ച് അവന്റെ ഫെദർ പറിച്ച് മുറിവുള്ളോടത്ത് തട്ടു. ആൻഡ് ഓർഡിനറി, അതേ സമയത്ത് തന്നെ അവനെ ഒരു സാധാരണക്കാരനായിട്ട് കണ്ടുകൊണ്ട് അവന് ഫുഡ് എറിഞ്ഞു കൊടുക്കുകയും അവനെ ഒരു സർക്കസിലെ മൃഗത്തെ പോലെ കാണുകയും ചെയ്യുന്നത്. നെവർ ക്വസ്റ്റ്യനിങ് ഹിസ് എക്സിസ്റ്റൻസ് ടു ഡീപ്ലി. അവരൊരിക്കലും അവന്റെ ആ നിലനിൽക്കുന്ന അവന്റെ അസ്തിത്വത്തെക്കുറിച്ച് ആ ആഴത്തിലേക്ക് അവർ ചിന്തിക്കുന്നില്ല. രണ്ടാമത്തെ മാജിക്കൽ എമൗണ്ട്, മാന്ത്രികമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനദർ മാജിക്കൽ എമൗണ്ട് ഇൻ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ വുമൺ ഇൻ ടു എ സ്പൈഡർ. അതായത് ഒരു സ്ത്രീ ഒരു സ്പൈഡർ ആയിട്ട് എങ്ങനെയാണ്, ഒരു എട്ടുകാലിയായിട്ട് മാറി എങ്ങനെയാണ്? ഡ്യൂ ടു ദ ലൈറ്റനിങ് സ്ട്രൈക്സ്, വെൻ അവളെ ഇടിവെട്ടേറ്റിയപ്പോൾ അല്ലെങ്കിൽ ഇടിമിന്നലേറ്റപ്പോൾ അവൾക്ക് എന്തു പറ്റി? അവള് ഒരു സ്ത്രീയിൽ നിന്നും ഒരു സ്പൈഡർ ആയിട്ട് മാറി. പ്രസന്റഡ് ആസ് ആൻ ആക്റ്റഡ് ഫാക്ട് ബൈ ടൗൺഷിപ്പ്. അതായത് ഇവിടെ എന്താണ്? പ്രസന്റഡ് ആസ് എ അക്സെപ്റ്റഡ് ഫാക്ട്, അതായത് ഇങ്ങനെ ഒരു സംഭവം നടക്കില്ലാത്തതാണ്, പക്ഷെ ഇതൊരു മാജിക് ആയിട്ട് സംഭവിച്ചതാണെന്ന് ആ സമൂഹത്തിലെ ആൾക്കാർ എല്ലാവരും അംഗീകരിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പൊ നമുക്ക് പറയാം ഈ രണ്ട് കാര്യങ്ങൾ ഒരു മാജിക്കൽ എലമെന്റ് ആയിട്ട് നമുക്ക് ഈ സ്റ്റോറിയിൽ നിന്ന് കണ്ടെത്താവുന്നതാണ്. ഇനി നാലാമത്തെ ചോദ്യമാണ് തന്നിരിക്കുന്നത് 13ാമത്തെ പേജില്. ഓക്കെ, ഡിസ്ക്രൈബ് ദ ഓൾഡ് മാൻസ് ഫസ്റ്റ് ക്ലംസി അറ്റംപ്റ്റ്സ് അറ്റ് ഫ്ലൈറ്റ്. അതായത് ആ വാർദ്ധക്യത്തിലെത്തിയ മനുഷ്യന്റെ ഫസ്റ്റ്, ആദ്യത്തെ എന്താണ്, വിജയകരത്തിലെത്താത്ത, ഔക്വേർഡ് അല്ലെങ്കിൽ വിജയം കാണാൻ പറ്റാത്ത ആ ഒരു അറ്റംപ്റ്റ് എങ്ങനെയാണ് എന്ന് ആണ് നമ്മളോട് വിവരിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ദ ഓൾഡ് മാൻസ് ഫസ്റ്റ് അറ്റംപ്റ്റ് അറ്റ് ഫ്ലൈറ്റ് വെർ ഓക്ക് ഡൗൺ അൺസർട്ടൈൻ. അതായത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ആ പറക്കുവാനുള്ള പ്രയത്നം വളരെ പ്രയാസം നിറഞ്ഞതായിരുന്നു, അൺസർട്ടൺ ആയിരുന്നു. ഓക്വേർഡ് ആൻഡ് അൺസർട്ടൺ, ഒരു ഉറപ്പുമില്ലാത്തതുമായിരുന്നു, അതുപോലെ തന്നെ ഓക്വേർഡുമായിരുന്നു. ഓക്വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതായി തീർന്നിരുന്നു, അല്ലെങ്കിൽ അവന് വിജയത്തിലേക്ക് എത്തിച്ചേർന്നതിലേക്ക് വളരെ പ്രയാസകരമായിട്ടുള്ളതായി തീർന്നു. ആസ് ഹി സ്ട്രഗിൾഡ്, അവൻ കഷ്ടപ്പെട്ടു. ടു ലിഫ്റ്റ് ഹിംസെൽഫ്, അവനെ ഉയർത്തുന്നതിന് വേണ്ടി. ഫ്രം ദ ഗ്രൗണ്ട്, ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ തറയിൽ നിന്ന് ഉയർത്തുന്നതിന് വേണ്ടി അവൻ ആദ്യത്തെ പ്രാവശ്യം പരിശ്രമിച്ചപ്പോൾ അത് വളരെ പ്രയാസകരവും ഉറപ്പില്ലാത്തതുമായിരുന്നു. ഹിസ് ഫ്ലാപ്പിംഗ് വിങ്സ്, അവന്റെ അടിക്കുന്ന ചിറകുകൾ സ്റ്റിഫ്, അതായത് കട്ടിയുള്ളതായിരുന്നു. ആൻഡ് വിതേഡ് ലൈക്ക് ദോസ് ഓഫ് എ സ്കെയർ ക്രോ. എന്താണ് ചെയ്തിരിക്കുന്നത്? അവന്റെ ആ ചിറകുകള് എങ്ങനെയാണ്? ഒരു സ്കെയർ ക്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന സാധനമാണല്ലോ, നമ്മുടെ നോക്കുകുത്തി. ഒരു നോക്കുകുത്തിയുടെ ചിറക് പോലെ വളരെ സ്റ്റിഫായിട്ടിരുന്നു.
ബെയർലി ഗേവ് ഹിം കൺട്രോൾ ഓവർ ദ എയർ. അങ്ങനെ അനങ്ങാതെ ഇരുന്നത് കൊണ്ട് തന്നെ അവന് ആ എയറിൽ അല്ലെങ്കിൽ വായുവിൽ നിയന്ത്രണം കിട്ടിയില്ല. ഹി വുംബിൾ ഹി വുംബിൾഡ് ഡേഞ്ചറസ്ലി. അവൻ എന്ത് സംഭവിച്ചത്? ഹി വുംബിൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അവൻ കുലുങ്ങി അല്ലെങ്കിൽ അവൻ കിടന്ന് വിറച്ചു. എവിടെ? ഡേഞ്ചറസ്ലി, അപകടകരമായ വിധം. ഓൾമോസ്റ്റ് ക്രാഷിംഗ് ഇൻ ടു ദ ഷെഡ്. അവൻ ആ ഷെഡിന്റെ മുകളിലേക്ക് ക്രാഷിംഗ് ഇടിച്ചു കയറാൻ രൂപത്തിന് വന്നു. ആസ് ഹി ഫെയിൽഡ് ടു ഗെയിൻ പവർ പ്രോപ്പർ ഓൾട്ടിറ്റ്യൂഡ്. എന്തു പറ്റിയത് കൊണ്ടാണ്? അവൻ ശരിയായ രീതിയിലുള്ള ഉയരത്തിലേക്ക് എത്തുവാൻ സാധിക്കാത്ത. ഓൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയരം. അപ്പൊ ഗെയിൻ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തി നേടാത്തത് കൊണ്ട്. ആസ് ഹി ഫെയിൽഡ്, അവന് ശക്തി നേടുന്നതിൽ പരാജയപ്പെട്ടത് കൊണ്ട് എന്തു പറ്റി? ഹി ക്രാഷിംഗ് ഇൻ ടു ദ ഷെഡ്. അവൻ ആ ഷെഡിലേക്ക് ക്രാഷ് ചെയ്ത് കയറുവാനായിട്ട് അല്ലെങ്കിൽ ഇടിച്ചു കയറുന്നതിന്റെ ആ ഒരു പരിസ്ഥിതിയിലേക്ക് വന്നു. യെറ്റ് വിത്ത് എഫോർട്ട് ആൻഡ് പെർസിസ്റ്റൻസ്. പക്ഷെ അവൻ തുടർച്ചയായിട്ടുള്ള എഫോർട്ട്, പരിശ്രമം കൊണ്ടും കഠിന പരിശ്രമം കൊണ്ടും ഹി ഫൈനലി റോസ് എബവ് ദ ഹൗസസ്. അവൻ അവസാനം വീടുകളുടെ മുകളിലേക്ക് പറന്നുയർന്നു. ഡിസപ്പിയറിംഗ് സ്ലോവിലി ഇൻ ടു ദ ഹൊറൈസൺ. ഡിസപ്പിയറിംഗ്, അപ്രത്യക്ഷമായി. സ്ലോവിലി എങ്ങോട്ടാണ്? ഹൊറൈസണിലേക്ക്, ചക്രവാളത്തിലേക്ക്. ലൈക്ക് എ വെറി ഡ്രാഫ്റ്റിംഗ് ബേർഡ്. അതായത് എന്താണ്? ഒരു ദേശാടന പക്ഷി, അവശതയായിട്ട് ക്ഷീണിച്ച ദേശാടന പക്ഷിയെ പോലെ അവൻ പറന്ന് അകന്നു. ഇനി 5ാമത്തെ ചോദ്യമാണ് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. ഓക്കെ, വാട്ട് ഹാപ്പൻ ടു ദ ഓൾഡ് മാൻസ് പോപ്പുലാരിറ്റി ഇൻ ദ കോഴ്സ് ഓഫ് ടൈം? ആ വാർദ്ധക്യത്തിലെത്തിയ ആ കിളവന്റെ അല്ലെങ്കിൽ ആ മനുഷ്യന്റെ, ആ വൃദ്ധന്റെ പോപ്പുലാരിറ്റിക്ക്, അതായത് ജനങ്ങളുടെ ഇടയിലുള്ള ആ എന്താണ്, ജനങ്ങളുടെ ഇടയിലുള്ള പ്രീതിക്ക് അല്ലെങ്കിൽ ജനപ്രീതിക്ക് എന്തു സംഭവിച്ചു അവസാനമായപ്പോഴേക്കും എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. ദ ഓൾഡ് മാൻസ് പോപ്പുലാരിറ്റി ഫെയ്ഡഡ് ഗ്രാജുവലി ആസ് ഹിസ് മിസ്റ്റീരിയസ് പ്രസൻസ് ബിക്കം ലെസ് നോവൽ ടു ദ വില്ലേജേഴ്സ്. അതായത് ആ ഓൾഡ് മാൻ്റെ, അതായത് ആ വാർദ്ധക്യത്തിലെത്തിയ മനുഷ്യന്റെ പോപ്പുലാരിറ്റി, ജനപ്രീതി, ഫെയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മങ്ങി വന്നു അല്ലെങ്കിൽ കുറഞ്ഞു വന്നു. ഗ്രാജുവലി, പയ്യെ. ആസ് ഹിസ് മിസ്റ്റീരിയസ് പ്രസൻസ്, അവന്റെ ആ രഹസ്യാത്മകമായ സാന്നിധ്യം ബിക്കം ലെസ് നോവൽ ടു ദ വില്ലേജേഴ്സ്. അതായത് ആളുകൾക്ക് അതൊരു പുതിയ സംഭവം അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം അല്ലാതായി തീർന്നപ്പോൾ അവന്റെ പ്രശസ്തി പയ്യെ കുറഞ്ഞു വന്നു. അറ്റ് ഫസ്റ്റ് ഹി അട്രാക്റ്റഡ് ലാർജ് ക്രൗഡ്സ്. ആദ്യകാലങ്ങളിൽ അവൻ വലിയ ജനക്കൂട്ടത്തെ ആകർഷിച്ചു. ആൻഡ് ബ്രിങ്സ് ഇമൻസ് പ്രോഫിറ്റ് ടു പെലേയോ ആൻഡ് എലിസണ്ട. അങ്ങനെ അവൻ ആളുകളെ അട്രാക്ട് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ടുള്ള ലാഭം പെലിയോയ്ക്കും എലസണ്ടയ്ക്കും കൊണ്ടുവന്നു. ഹവർ, എന്നിരുന്നാലും, വെൻ എ ന്യൂ അട്രാക്ഷൻ, എപ്പോഴാണോ ഒരു ന്യൂ അട്രാക്ഷൻ, പുതിയ ആകർഷണത്വം, ഏതാണ്? എ വുമൺ ടേൺഡ് ഇൻ ടു എ സ്പൈഡർ. ഒരു സ്ത്രീ ഒരു എട്ടുകാലിയായി മാറിയപ്പോൾ, അറൈസ് പബ്ലിക് അറ്റൻഷൻ ക്വിക്ലി ഷിഫ്റ്റ്സ്. എന്താണ് സംഭവിക്കുന്നത്? പബ്ലിക് അറ്റൻഷൻ, ജനത്തിന്റെ ശ്രദ്ധ, ക്വിക്ലി, പെട്ടെന്ന് തന്നെ, ഷിഫ്റ്റ്സ്, അതായത് ഇവനിൽ നിന്ന് മാറി ആ സ്ത്രീയിലേക്ക് പോയി. ആസ് ദ എക്സൈറ്റ്മെന്റ് വൈൻസ് ദ ഓൾഡ് മാൻ ഈസ് ഇഗ്നോർഡ്. അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ദ എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ആ അതിശയം അല്ലെങ്കിൽ ആ രസകരമായ കാര്യങ്ങൾക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെ ഡിമിനിഷ് ചെയ്യുകയാണ് അല്ലെങ്കിൽ കുറഞ്ഞു വരുന്നു. വാനസ്, അതായത് കുറഞ്ഞു വന്നു. ഓക്കെ, എക്സൈറ്റ്മെന്റ് വാനസ്. എക്സൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിശയം കുറഞ്ഞു വന്നപ്പോൾ ദ ഓൾഡ് മാൻ ഈസ് ഇഗ്നോർഡ് ആൻഡ് ഫോർഗോട്ടൺ. ആ വാർദ്ധക്യത്തിലെത്തിയ മനുഷ്യനെ ഇഗ്നോർ ചെയ്തു, പിന്നെ ആരും ശ്രദ്ധിക്കാതായി തീർന്നു, അതുപോലെ തന്നെ മറന്നുപോയി. ലെഫ്റ്റ് ടു സഫർ ഇൻ ഒബ്സ്ക്യൂരിറ്റി. അവൻ എന്ത് ചെയ്തു? അവനെ ലെഫ്റ്റ് ചെയ്തു, അവനെ ഉപേക്ഷിച്ചു. എന്തിനു വേണ്ടിയിട്ട്? സഫർ ചെയ്യുവാനായിട്ട്. എന്താണ്? അൺഇമ്പോർട്ടൻ്റ് ആയിട്ട്, വളരെ പ്രാധാന്യമില്ലാതെ അവൻ്റെ ആ ഒരു സ്ട്രഗിളിലേക്ക് വേണ്ടിയിട്ട് അവനെ ജനം തള്ളിവിട്ടു എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം.